ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാനും പാടില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തർ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരുന്ന് വെറുതെ വിചാരിക്കൽ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ അതിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിക്കോട്ടെ. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല, അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. ഇന്നിപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോയി സന്ദീപ് വാര്യർ കണ്ടിട്ടുണ്ട്. കണ്ടോട്ടെ, അതിനെന്താ, ആർക്കും ആരും കാണാൻ. ഇന്നിപ്പോ അതിനൊക്കെ എന്താ പ്രശ്നം? ഇന്നിപ്പോ ആർക്കും ആരും ഭരണഘടനയാണ് കൊടുത്തത്. ഭരണഘടനയാണ് തങ്ങൾ നല്ലത്. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ഭരണഘടന ഓർക്കാൻ സമയം കിട്ടിയല്ലോ, നല്ലത്. അവരാരും അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയിൽ ഭരണഘടനയെ എതിർത്ത് വോട്ട് ചെയ്തവരവർ. ഭരണഘടന അംഗീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കുറച്ചു മുമ്പ് താങ്കളും കൂടെ വന്ന സമയത്ത് കൃഷ്ണകുമാർ താങ്കളുടെ അടുത്തേക്ക് വന്നു, താങ്കൾ കാണാത്തതായിരുന്നു. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, സോറി. ഞങ്ങളടുത്ത അയൽക്കാരല്ലേ, ഞാൻ കണ്ടിട്ടില്ല. കൃഷ്ണകുമാർ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. താങ്കളുടെ അടുത്തേക്ക് വന്ന് താങ്കൾക്ക് അല്ല, ഞാൻ വരുമ്പോൾ നിങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാനത് നിങ്ങൾക്കും അദ്ദേഹത്തിനൊരു ഉപദ്രവം വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചെയ്യാനങ്ങ് പോയി. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടു അദ്ദേഹത്തെ. എൻ്റെ അടുത്തേക്ക് അദ്ദേഹം വന്നില്ല, നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഞാൻ വരുമ്പോൾ. താങ്കൾ ഏത് തട്ടിയിരുന്നു? അയ്യോ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ വരുമ്പോൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അരിക്കിൽ കൂടെ പോളിംഗ് ബൂത്തിലേക്ക് പോയി. ഞാൻ കണ്ടതല്ലാതെ. പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനങ്ങളൊക്കെയാണ് വലിയ ആയുധമാക്കി വരുന്നത്. ഞങ്ങൾ പാണക്കാട് തങ്ങളെയല്ല വിമർശിച്ചത്, നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയാണ് വിമർശിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവിനെ വിമർശിക്കാനും പാടില്ല എന്നുള്ളതൊക്കെ ഓരോരുത്തർ ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിലിരുന്ന് വെറുതെ വിചാരിക്കൽ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹത്തെ ആർക്കും വിമർശിക്കാൻ പാടില്ല എന്നതാണ് ലീഗുകാരുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തെ അതിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിക്കോട്ടെ. ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ ആരും വിമർശിക്കാൻ പാടില്ല, അത് ചെയ്താൽ വലിയ കുറ്റാവും എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. അതൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ സന്ദീപ് വാര്യരുടെ ഭൂതകാലേ ഇപ്പോൾ വർത്തമാനകാലത്തെ ബാധിക്കുമോ കോൺഗ്രസിന്റെ? എന്ത് ഭൂതകാലാണ്, ഹൂ കെയർ ഓഫ് ഇറ്റ്? അത് വലിയ ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം നിങ്ങൾ ചർച്ചയാക്കുന്ന ഒരു മനുഷ്യനും ശ്രദ്ധിക്കുന്നില്ല. ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ഹി? ഞങ്ങളത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇന്നലെ പറഞ്ഞിരുന്നു. ആര് സംസാരിച്ചാലും ഞാൻ CPM പറയുന്നത്, CPM അദ്ദേഹത്തെ ഒരു വലിയ പ്രതിഭാസമായിട്ട് കണക്കാക്കുന്നില്ല. RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ചാണ് CPM പറയുന്നത്. RSS കാര്യാലയത്തിന് അദ്ദേഹം സ്ഥലം കൊടുക്കുക. അദ്ദേഹം ഇപ്പോഴും RSS ആണല്ലോ. RSS കാര്യാലയത്തിന് സ്ഥലം കൊടുക്കാതിരിക്കുമോ?